ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായിട്ടാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുക്കിംഗ് വീഡിയോ ഒന്നുമില്ലേ, കുറേ അല്ലോ കുക്കിംഗ് ഒക്കെ കണ്ടിട്ടെന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം ഞാൻ കുക്കിംഗ് വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ട്രിക്കുമായിട്ടാണ്. അതായത് നമ്മുടെ വീട്ടിൽ ബൾക്കായിട്ടൊക്കെ നമുക്ക് കുറച്ച് ചിക്കനോ മീനോ ബീഫോ അങ്ങനെ കിട്ടുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഫ്രിഡ്ജിൽ അത് സ്റ്റോർ ചെയ്യുക എന്നുള്ള രീതിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുപോലെ വിദേശത്തൊക്കെ ഉള്ളവർ ഫ്രഷായിട്ട് കൂടുതലായിട്ട് കിട്ടുമ്പോൾ അതെങ്ങനെയാണ് കൂടുതൽ കാലം ഫ്രഷായിട്ട് വെക്കുക എന്നുള്ളത്, അതുപോലെ ചപ്പാത്തി, ഇടിയപ്പം, പത്തിരി, ബ്രെഡ് ക്രംസ് ഇതൊക്കെ എങ്ങനെയാണ് കൂടുതൽ കാലം നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ള രീതിയും കൂടെ ഞാനിതിലൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ വീട്ടമ്മമാർക്ക് കുക്കിംഗ് ഒക്കെ എളുപ്പമാവാനും പിന്നെ പെട്ടെന്ന് സ്കൂളിൽ പോകുന്നതും ഓഫീസിൽ പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് ഫുഡൊക്കെ റെഡിയാക്കി എടുക്കാനൊക്കെ പറ്റും ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിക്കാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ വേളൂരി മീനുണ്ടല്ലോ, ഇതിന് പല സ്ഥലത്തും പലതുമാണ് പറയുക. അപ്പോൾ ഞാൻ ഈ മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനിപ്പോൾ തൈരിൻ്റെ നമ്മുടെ യോഗേർട്ട് ഉണ്ടല്ലോ, യോഗേർട്ടിൻ്റെ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഒഴിച്ച് കൊടുക്കുക. പൈപ്പിലെ വെള്ളമൊന്നും യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ മീൻ മുങ്ങിക്കെടുക്കാവുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. ഇത് ഒരാഴ്ച വരെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കും. ചിലരൊക്കെ വെള്ളം ഒഴിക്കാതെ വെക്കാറുണ്ട്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അതുപോലെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കറണ്ട് പോവുകയൊക്കെ ആണെങ്കിൽ ആ ഐസിൽ തന്നെ ഇരുന്ന് മീൻ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അതല്ല ഐസ് ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മീൻ കേടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് മീൻ ഫ്രഷ് ആയിട്ട് കിട്ടുകയും ചെയ്യും, മറ്റൊന്ന് കറണ്ട് പോകുന്ന ടൈമിൽ നമുക്ക് ആ മീൻ പിന്നെ ഐസിലങ്ങനെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ട്രിക്ക്. ഇനി അടുത്തത് ഞാൻ വേറൊരു മീനിലാണ് കാണിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ട്രിക്കിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വാള മീനാണ്. മീൻ ആദ്യം തന്നെ നമുക്ക് ഉപ്പിട്ടിട്ട് നല്ല ഫ്രഷായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് നീളത്തിലാവുമല്ലോ നമുക്കിത് കട്ട് ചെയ്ത് കിട്ടുക. അപ്പോൾ ഞാൻ നീളത്തിൽ ഇങ്ങനെ നിരനിരയായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് നീളത്തിലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ നിരയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല ഫ്രഷ് വാട്ടർ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. മീൻ മുങ്ങിക്കെടുക്കാവുന്ന രീതിയിലുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി, ഒരു 1/4 ടീസ്പൂണ് മതിയാവും മഞ്ഞൾപ്പൊടി. ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ചിലരൊക്കെ ഉപ്പിട്ട് കൊടുക്കാറുണ്ട്. ഉപ്പിട്ട് കൊടുത്താൽ ഒരു എന്താ പറയുക, നമ്മുടെ ഉണക്കമീൻ്റെ ഒക്കെ ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഉപ്പിട്ട് കൊടുത്തിട്ടാണല്ലോ നമ്മൾ കഴുകുന്നത്, അതുകൊണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഇനി ഇത് അടച്ച് വെച്ച് ഫ്രീസറിലേക്ക് വെക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം വരെ മീൻ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ചിക്കനിലും ബീഫിലും ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ചിക്കൻ ഉണ്ട് എൻ്റെ കയ്യിൽ, അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളതെന്ന് കാണിക്കാം. ചിക്കൻ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്രഷ് വാട്ടർ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ പൊടികളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് വെളൂരി മീൻ ചെയ്തില്ല, അതേപോലെയാണ് ഞാൻ വെക്കുന്നത്. ഇത് നമുക്ക് 2-3 ദിവസത്തേക്ക് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ ഫ്രീസറിലേക്ക് വെക്കുക. ഇനി ഞാൻ ചിക്കനിലേക്ക് ചെയ്തെടുക്കുന്നത് വേറൊരു ട്രിക്കാണ്. അതായത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുന്നില്ല കേട്ടോ, മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ടിട്ടുള്ളത്, ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഉപ്പിടാത്തത് ഫോയിലിൽ നമ്മൾ പിന്നെ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഉപ്പിടാത്തത്. അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് ഫോയിലിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് തന്നെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്, നല്ല ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ നിങ്ങൾക്ക് ഫോയിൽ ഇതിൽ ഒന്ന് റാപ്പ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ റാപ്പ് ചെയ്ത് ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ ഒരു 15 ദിവസം വരെ നമുക്കിത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഞാനിതിൽ ഉപ്പിട്ടിട്ടില്ല, ഫോയിൽ പൊതിഞ്ഞതുകൊണ്ടാണ് ഉപ്പിടാതിരുന്നത്.
അതുപോലെ നമ്മൾ വിദേശത്തേക്കൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ മീനും ബീഫൊക്കെ കുറേ കൊണ്ടുപോകാറുണ്ട്, ബൾക്കായിട്ടൊക്കെ ചിലർ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോയാൽ മതി. അവിടെയൊക്കെ നമ്മളെ നാട്ടിലത്തെ പോലെ ഫ്രഷ് ഒന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കൊണ്ടുപോകാറുണ്ട്. പിന്നെ ചിലർ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം വേവിച്ചിട്ട് അങ്ങനെ ഫ്രീസ് ചെയ്തിട്ട് കൊണ്ടുപോകാറുണ്ട്. നമ്മുടെ നാട്ടിൽ ഓരോ ദിവസത്തേക്കാണ് ചിലർ മീൻ വാങ്ങാറും ചിക്കൻ വാങ്ങാറും ബീഫ് വാങ്ങാറൊക്കെ. അപ്പോൾ അവർക്കൊന്നും ഇത് ചിലപ്പോൾ യൂസ്ഫുള്ളായെന്ന് വരില്ല. പുറത്ത് ജോലി ചെയ്യുന്നവർ, പുറത്ത് പോകുന്നവർക്കൊക്കെ ഇത് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായിരിക്കും. അതുപോലെ ബൾക്കായിട്ട് മീനും ചിക്കനും ബീഫൊക്കെ കിട്ടുന്നവരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഈ ഒരു ട്രിക്കൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മുടെ നൂൽപുട്ടുണ്ടല്ലോ, ഇടിയപ്പം എങ്ങനെയാണ് നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് ദിവസം സ്റ്റോർ ചെയ്യുക എന്നുള്ള രീതിയാണ്. അപ്പോൾ സാധാ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഞാനിപ്പോൾ ചെയ്യുന്നത് വെള്ളം തിളച്ചിട്ട് അതിലേക്ക് പൊടിയിട്ട് കൊടുക്കുകയാണ്. ഞാൻ ആദ്യം ചെയ്തിരുന്നത് പൊടിയിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ വാട്ടിയെടുക്കാറാണ്. പക്ഷേ ഇപ്രാവശ്യം കിട്ടിയ പൊടി അങ്ങനെ ചെയ്തിട്ട് ശരിയാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ബട്ടർ പേപ്പറാണ്. ബട്ടർ പേപ്പർ ഇല്ലാത്തവർ നമ്മുടെ ഫോയിൽ പേപ്പർ യൂസ് ചെയ്യാം. അതുപോലെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ടാവുമല്ലോ, നമ്മളെന്തെങ്കിലും ബേക്കറിയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന അതുപോലുള്ള കവർ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്, ഞാൻ ഈ റൗണ്ട് ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പാകമായിട്ടുള്ള രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് കണ്ടെയ്നറാണോ എടുക്കുന്നത് അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഏതാണോ ഷീറ്റ് എടുക്കുന്നത്, ഫോയിലാണെങ്കിൽ ഫോയിൽ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഏതായാലും അത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്കാണ് ഇടിയപ്പം ചുറ്റി കൊടുക്കേണ്ടത്. മോൾഡിലാക്കിയിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. നിങ്ങൾക്ക് ചെറിയ ഇടിയപ്പമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചെറുതാക്കിയിട്ട് ചെയ്യാം. ഞാനിപ്പോൾ വലിയതാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഇത്ര വലുപ്പത്തിലാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടെയ്നറിലേക്ക് വെക്കുന്നത് നോക്കാം. ആദ്യം ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. ഇങ്ങനെയെല്ലാം നിരനിരയായിട്ട് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ടോപ്പിലായിട്ട് നമ്മൾ ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്കാണ് വെക്കേണ്ടത്, ഫ്രീസറിലേക്കല്ല, താഴെ ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, രാത്രിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ രാവിലെ മക്കൾക്ക് സ്കൂളിൽ പോവുകയാണെങ്കിലും അതുപോലെ പെട്ടെന്ന് രാത്രിയിലൊക്കെ ജോലി കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതെടുത്ത് നമ്മൾ സ്റ്റീം ചെയ്തെടുത്താൽ നമ്മളെ ഇടിയപ്പം റെഡിയായി കിട്ടും. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ചപ്പാത്തിയാണ്. ചപ്പാത്തി എങ്ങനെയാണ് നമ്മൾ ഫ്രിഡ്ജിൽ എങ്ങനെയാണ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. 2 രീതിയിലാണ് ഞാൻ ചപ്പാത്തി ചെയ്ത് കാണിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ജോലിയുള്ളവർക്കും മക്കൾ സ്കൂളിൽ പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ട്രിക്കാണ്. അത് ഞാൻ ചപ്പാത്തി എല്ലാം ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തി എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് നോക്കാം. അതിനും ഞാൻ ബട്ടർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫോയിൽ വേണമെങ്കിൽ ഫോയിൽ എടുക്കാം. അപ്പോൾ ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത ബട്ടർ പേപ്പർ ആ ഒരു ചപ്പാത്തിൻ്റെ മുകളിലായിട്ട് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ നെക്സ്റ്റ് ചപ്പാത്തി വെച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ നേരത്തെ ഇടിയപ്പം വെച്ചതുപോലെ തന്നെ നിരനിരയായിട്ട് ചപ്പാത്തി വെച്ച് കൊടുക്കുക. ഇതിൽ ഞാൻ 6 ചപ്പാത്തിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റ് നമ്മൾ മുകളിലായിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് 2 ഭാഗത്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് സ്റ്റോർ ചെയ്യുന്നത് ഇതുപോലെ ഞാൻ പൊറോട്ട വാങ്ങിയപ്പോൾ കിട്ടിയതാണ്. സിപ്ലോക്കിൻ്റെ കവറാണ്. ഇത് വീട്ടിൽ സിപ്ലോക്കിൻ്റെ കവർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് പൊറോട്ട കൊടുക്കുന്ന കുറച്ച് ക്വാളിറ്റി ഉള്ള കവറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഞാൻ അതിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഫുള്ളായിട്ട് വെച്ചിട്ട് സിപ്ലോക്ക് ചെയ്യാം.
ഇനി ഞാനിത് വെക്കുന്നത് ഫ്രീസറിലാണ് കേട്ടോ. ഫ്രീസറിൽ ഇത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു മാസം വരെ ചപ്പാത്തി ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും, കേടുകൂടാതെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറേ വേണമെന്നുണ്ടെങ്കിൽ ഓരോ പിന്നെ കവറിലാക്കിയിട്ട് ആറെണ്ണം ആക്കിയിട്ട് ഇങ്ങനെ ഫ്രീസറിൽ വെച്ചാൽ മതി. ഈ ഒരു കവറാകുമ്പോൾ നമുക്ക് ഫ്രീസറിൽ സ്പേസ് ഒന്നും അങ്ങനെ പോവുകയില്ല. നല്ല സുഖമായിട്ട് നമുക്ക് ഓരോ പാക്കറ്റ് എടുത്തിട്ട് അങ്ങനെ പിന്നെ പുറത്ത് വെച്ചിട്ട് അതിൻ്റെ തണുപ്പൊക്കെ മാറിയതിന് ശേഷം ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ആറെണ്ണം അങ്ങനെ വീട്ടിൽ എത്ര മെമ്പേഴ്സാണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു കവറിൽ വെക്കാൻ നോക്കുക. ഇനി ചപ്പാത്തിൻ്റെ അടുത്ത ട്രിക്കാണ് കാണിക്കുന്നത്. നമ്മൾ പരത്തി വെച്ച ചപ്പാത്തി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. 2 ഭാഗം ഒന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കുക. ഓവർ കുക്കാവരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇതുപോലെ 2 ഭാഗം ഒന്ന് ചൂടാക്കിയെടുക്കുക. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ അതുപോലെ ഞാൻ എല്ലാം ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്, ജസ്റ്റ് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി അത് നമ്മൾ സാധാ കണ്ടെയ്നറിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്താലും മതി. ഇത് നമ്മൾ ഫ്രീസറിലല്ല, താഴെയാണ് വെക്കേണ്ടത്. ഇതൊരാഴ്ച വരെ ഇങ്ങനെ നമുക്ക് ഫ്രഷായിട്ട് ഇരിക്കും. അപ്പോൾ ചപ്പാത്തിക്ക് നമ്മൾ 2 ട്രിക്കാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് പത്തിരിയാണ്. പത്തിരി എങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യാമെന്നുള്ള രീതിയാണ്. അപ്പോൾ പത്തിരി ഉണ്ടാക്കുന്നതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. പത്തിരിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാകും. അപ്പോൾ അത് സ്റ്റോർ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഞാനിപ്പോൾ 25 പത്തിരിയാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ട് പരത്തിയെടുത്തിട്ട് ഞാൻ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്ന രീതി കാണിക്കാം. ഇപ്പോൾ ഞാനിതാ എല്ലാം ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതും നമ്മൾ നേരത്തെ ചപ്പാത്തി ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ആദ്യം ഒന്ന് ടിഷ്യൂ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നിരയായിട്ട് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇടയിൽ പിന്നെ നമ്മുടെ ടിഷ്യൂ പേപ്പറോ അതുപോലെ ബട്ടർ പേപ്പറോ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. പത്തിരി ഇങ്ങനെ നമുക്കൊരു 3-4 ദിവസം വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും. കൂടുതൽ ദിവസം വെക്കുകയാണെങ്കിൽ അത് പൊട്ടിപ്പോവും. നമ്മുടെ ചപ്പാത്തി പോലെയല്ല, പത്തിരി പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു 3-4 ദിവസം അത്രേ ഇരിക്കുള്ളൂ. നമുക്ക് ബൾക്കായിട്ടൊക്കെ പരത്തി വെക്കുകയാണെങ്കിൽ കുറേ നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന ദിവസം വൈകുന്നേരമൊക്കെ പരത്തി വെച്ച് രാവിലേക്കൊക്കെ ആണെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനെയാണെങ്കിൽ ഇതും ഫ്രിഡ്ജിന് താഴെയാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല. അപ്പോൾ പത്തിരി ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കാറുള്ളത്. ഇനി ഞാൻ ചെയ്യുന്നത് ബ്രെഡ് ക്രംസ് ആണ്. അതിനായിട്ട് ഞാൻ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. വീട്ടിൽ ചിലപ്പോൾ കുറേ ബ്രെഡ് ഉണ്ടാവും, ഡേറ്റ് കഴിയാനൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 4 ബ്രെഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ ഞാനൊന്ന് മിക്സിയിൽ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പിന്നെ പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ ബ്രൗൺ ഉണ്ടായിക്കോട്ടെ, അത് കുഴപ്പമില്ല, അത് കട്ട് ചെയ്ത് കളയൊന്നും വേണ്ട. ഇപ്പോൾ ഇതാ ബ്രെഡ് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടണം. ഇനി നമുക്കിതൊരു പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. നല്ല ബ്രൗൺ കളറാവും, അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഏകദേശം ഇതാ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഇത് കൈകൊണ്ട് തൊട്ട് നോക്കാം. എന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. നമുക്കറിയാമല്ലോ ബ്രെഡ് ക്രംസ് എങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യുക. നന്നായി അതിലിരുന്നിട്ട് തന്നെ ചൂടാറുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ക്രിസ്പിനെസ് വരും. ഇനി നമുക്ക് ഇതൊരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കാം. ഞാനൊരു ഗ്ലാസിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇതിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാം. ഇതും ഫ്രിഡ്ജിന് താഴെയാണ് വെക്കേണ്ടത്. നല്ല എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കൊരു 15 ദിവസം വരെ ഇത് നന്നായിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. നമുക്ക് റമദാൻ മാസത്തിലൊക്കെ നോമ്പൊക്കെ വരുന്ന ടൈമിൽ വൈകുന്നേരങ്ങളിൽ സ്നാക്കൊക്കെ എന്നും ഉണ്ടാക്കുന്നതാണ്. അതിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ. ഈ വീഡിയോ ഹെൽപ്ഫുള്ളാണെന്ന് കരുതിയിട്ട് എല്ലാവരും ഫ്രിഡ്ജിൽ കൂടുതൽ കാലം വെച്ച് യൂസ് ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതൊന്നുമല്ല. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് വേണം നമ്മൾ ഇങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. നമ്മുടെ സാഹചര്യം അതായത് കൂടുതൽ ബൾക്കായിട്ട് കിട്ടുക, നമ്മൾ
നശിപ്പിച്ച് കളയാതെ കൂടുതൽ ബൾക്കായിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ അതല്ല വിദേശത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷായിട്ട് കിട്ടുന്നതൊക്കെ ആണെന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെ നമ്മൾ കൂടുതൽ കാലം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ച് കൂടുതൽ വാങ്ങിക്കൊണ്ടുവന്ന് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തിരുന്നത് അത്ര നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഹെൽപ്ഫുള്ളാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നും പറയാറുള്ളത് പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. അതിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. പുതിയൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരും.